രണ്ട് കാര്യങ്ങളാണ് നമുക്ക് ഈ വീഡിയോയിൽ പ്രധാനമായി സംസാരിക്കാനുള്ളത്. ഒന്ന്, വളരെ അഭിമാനകരമായ ഒരു കാര്യത്തെക്കുറിച്ചാണ്. നമ്മുടെ രാജ്യത്തെ ആദ്യത്തെ സ്വകാര്യ ഓർബിറ്റൽ റോക്കറ്റായ വിക്രം-1 വിജയകരമായിട്ട് വിക്ഷേപിച്ചിരിക്കുകയാണ്. ഇന്നേ ദിവസം ശ്രീഹരിക്കോട്ടയിലെ സതീഷ് ധവാൻ സ്പേസ് സെന്ററിൽ നിന്ന് ചരിത്രപരമായ വിക്ഷേപണം നടന്നിരിക്കുന്നു. ഹൈദരാബാദ് ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന സ്കൈറൂട്ട് എയറോസ്പേസ് എന്ന സ്വകാര്യ സ്റ്റാർട്ടപ്പ് കമ്പനിയാണ് ഈ റോക്കറ്റ് പൂർണ്ണമായും ഇന്ത്യയിൽ വികസിപ്പിച്ചെടുത്തത്. മിഷൻ ആഗമൻ എന്ന് പേരിട്ടിരുന്ന ഈ ദൗത്യം വലിയ വിജയമായി മാറുന്നതോടെ ഇന്ത്യ സ്പേസ് രംഗത്ത് ശക്തമായ ഒരു മുന്നേറ്റമാണ് നടത്തിയിരിക്കുന്നത്. ഏകദേശം 7 നില കെട്ടിടത്തിന്റെ ഉയരമുള്ള ഒരു മൾട്ടി സ്റ്റേജ് റോക്കറ്റാണ് ഇപ്പോൾ ഇന്ത്യയിൽ നിന്ന് വിക്ഷേപിച്ചത്. പൂർണ്ണമായും ഭാരം കുറഞ്ഞ കാർബൺ കോമ്പോസിറ്റ് ഘടനയിലാണ് ഇത് നിർമ്മിച്ചിരിക്കുന്നത്. 4 ഘട്ടങ്ങളുള്ള ഈ റോക്കറ്റിൽ ആദ്യത്തെ 3 ഘട്ടങ്ങളിൽ ഖര ഇന്ധനവും അവസാന ഘട്ടത്തിൽ 3D പ്രിന്റ് ചെയ്ത് നിർമ്മിച്ച ദ്രാവക ഇന്ധന എഞ്ചിനുമാണ് ഉപയോഗിച്ചിരിക്കുന്നത്. ചെറുകിട ഉപഗ്രഹങ്ങളെ ലക്ഷ്യസ്ഥാനത്തെത്തിക്കാൻ രൂപകൽപ്പന ചെയ്ത ഈ റോക്കറ്റിന് 350 കിലോഗ്രാം വരെ ഭാരമുള്ള പേലോഡുകൾ ഭൂമിയുടെ തൊട്ടടുത്ത ഭ്രമണപഥത്തിൽ എത്തിക്കാൻ സാധിക്കും. ഇന്ത്യൻ ബഹിരാകാശ പദ്ധതിയുടെ പിതാവായ ഡോക്ടർ വിക്രം സാരാഭായിയോടുള്ള ആദരസൂചകമായിട്ടാണ് റോക്കറ്റിന് വിക്രം എന്ന പേരിട്ടിരിക്കുന്നത്. ഭൂമിയിൽ നിന്ന് ഏകദേശം 450 കിലോമീറ്റർ ഉയരത്തിലുള്ള ഭ്രമണപഥത്തിലേക്കാണ് വിക്രം-1 ഉപഗ്രഹങ്ങളെ എത്തിക്കാൻ ലക്ഷ്യമിട്ടത്. വിക്ഷേപിച്ചു വെറും 17 മിനിറ്റുകൾക്കുള്ളിൽ തന്നെ റോക്കറ്റ് നിശ്ചിത പാതയിലൂടെ കൃത്യമായി സഞ്ചരിച്ച് തങ്ങൾ വഹിച്ചിരുന്ന ഉപഗ്രഹങ്ങളെ വിജയകരമായി ഭ്രമണപഥത്തിൽ എത്തിച്ചു. ഇതോടെ അമേരിക്കയ്ക്കും ചൈനയ്ക്കുമൊപ്പം റോക്കറ്റുകൾ വിജയകരമായി വിക്ഷേപിക്കാൻ ശേഷിയുള്ള സ്വകാര്യ കമ്പനികളുള്ള ഒരു രാജ്യമായിട്ട് ഇന്ത്യ മാറിയിരിക്കുകയാണ്. ഈ ഒരു വിക്ഷേപണത്തെ നമുക്ക് അതുകൊണ്ട് തന്നെ വളരെ പ്രാധാന്യത്തോടെ തന്നെ നമ്മൾ കാണേണ്ടതുണ്ട്. വിക്രം-1 എന്ന് പറയുന്നത് കേവലം ഉപഗ്രഹങ്ങൾ മാത്രമല്ല, ശാസ്ത്ര സാങ്കേതിക രംഗത്തെ പരീക്ഷണ വസ്തുക്കളും ചില കൗതുകകരമായ കലാരൂപങ്ങളും വരെ ബഹിരാകാശത്ത് എത്തിക്കുകയുണ്ടായി. ഇതിനകത്ത് ഗ്രഹാസ്പേസ്, കോസ്മോസെർവ്, ഡി ക്യൂബ്ഡ് എന്നീ കമ്പനികളുടെയും സ്കൈ റൂട്ടിന്റെ സ്വന്തം സ്കോപ്പ് സാറ്റലൈറ്റും ഇതിലുണ്ടായിരുന്നു. പ്രധാനമന്ത്രി നരേന്ദ്രമോദി സ്വന്തം കൈപ്പടയിൽ എഴുതിയ വന്ദേ മാതരം എന്ന പോസ്റ്റ് കാർഡും മറ്റ് ശാസ്ത്രജ്ഞരുടെയും ബഹിരാകാശ സഞ്ചാരികളുടെയും കത്തുകളും റോക്കറ്റിൽ ഉണ്ടായിരുന്നു. ഒരു അരിമണിയേക്കാൾ ചെറുതായ വലുപ്പത്തിൽ CV രാമൻ, വിക്രം സാരാഭായി, APJ അബ്ദുൽ കലാം എന്നിവരുടെ സൂക്ഷ്മ ശില്പങ്ങൾ റോക്കറ്റിനുള്ളിൽ സ്ഥാപിച്ചിട്ടുണ്ടായിരുന്നു. കൂടാതെ കോസ്മിക് ബ്ലൂം എന്ന പേരില് ഒരു ഡയമണ്ട് ആർട്ട് പീസും ഇതിലൂടെ ബഹിരാകാശത്തേക്ക് എത്തിച്ചു. ഇതുവരെ ഇന്ത്യയിൽ ISRO മാത്രമാണ് ഉപഗ്രഹങ്ങൾ ഭ്രമണപഥത്തിൽ എത്തിച്ചിരുന്നത്. എന്നാൽ 2022 സ്കൈറൂട്ട് കമ്പനി വിക്രം-S എന്ന ചെറിയ റോക്കറ്റ് വഴി ബഹിരാകാശത്തിന്റെ അതിര് തൊട്ടിരുന്നുവെങ്കിലും ഉപഗ്രഹങ്ങളെ ഭ്രമണപഥത്തിലേക്ക് കൊണ്ടുവന്ന് കറക്കാൻ ആവശ്യമായിട്ടുള്ള ഒരു വേഗത അതിനുണ്ടായിരുന്നില്ല. എന്നാൽ വിക്രം-1 വിജയകരമായതോടെ അന്താരാഷ്ട്ര വിപണിയിലെ ചെറുകിട ഉപഗ്രഹങ്ങൾ കുറഞ്ഞ ചിലവില് വിക്ഷേപിക്കാൻ ഇന്ത്യയിലെ സ്വകാര്യ കമ്പനികൾക്ക് ഇനി കഴിയും. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇതിനെ ഇന്ത്യയുടെ ബഹിരാകാശ യാത്രയിലെ ചരിത്രപരമായ പുതിയ അതിർത്തി എന്നാണ് വിശേഷിപ്പിച്ചത്. ഇനി എന്തുകൊണ്ട് ബഹിരാകാശ രംഗത്ത് സ്വകാര്യ കമ്പനികൾ ആവശ്യമാണ് എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. അതായത് അമേരിക്ക, ചൈന, റഷ്യ, യൂറോപ്പ് തുടങ്ങിയ രാജ്യങ്ങൾ അവരുടെ രാജ്യങ്ങളിൽ സ്വകാര്യ കമ്പനികളെ ബഹിരാകാശ രംഗത്തേക്ക് കൊണ്ടുവരാൻ പ്രോത്സാഹിപ്പിക്കുന്നുണ്ട്. അമേരിക്കയാണ് അതിൽ ഏറ്റവും മുന്നിൽ, ചൈന തൊട്ടു പിന്നിലുണ്ട്, ഈവൻ ജപ്പാനുമുണ്ട്. അപ്പോൾ ഭാവിയിൽ വലിയ കോമ്പറ്റീഷൻ ബഹിരാകാശ മേഖലയിൽ ഉണ്ടാവും. അപ്പൊ നമ്മുടെ ഇന്ത്യ ISROയെ മാത്രം ആശ്രയിച്ച് ബഹിരാകാശ ദൗത്യങ്ങളുമായിട്ട് മുന്നോട്ട് പോകാൻ ശ്രമിച്ചാൽ ഒരുപാട് വെല്ലുവിളികൾ ഭാവിയിൽ നമുക്ക് നേരിടേണ്ടി വരും. എന്നാൽ ISRO എന്ന് പറയുന്ന പ്രധാന ഏജൻസിയുടെ നേതൃത്വത്തിൽ സ്വകാര്യ പങ്കാളിത്തമുള്ള ഏജൻസികളും സ്ഥാപനങ്ങളും കൂടി ഉണ്ടാവുകയാണെങ്കിൽ ഒരു ഗ്രൂപ്പായിട്ട് വലിയ ദൗത്യങ്ങൾ ഏറ്റെടുക്കാൻ കഴിയും. ഈ പ്രൈവറ്റ് പ്ലേയേഴ്സിന്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ധാരാളം പണം സമാഹരിക്കാൻ അവർക്ക് കഴിയും. ഉയർന്ന ശമ്പളത്തിൽ ഇന്റലിജന്റ് ആയിട്ടുള്ള സയന്റിസ്റ്റുകളെ ഹയർ ചെയ്യാൻ അവർക്ക് കഴിയും. ഇസ്രോയുടെ ഒപ്പം നിന്നുകൊണ്ട് തന്നെ ഇസ്രോയ്ക്ക് സപ്പോർട്ടായിട്ട് വലിയൊരു സ്പേസ് എക്കണോമി ഡെവലപ്പ് ചെയ്യുവാനും സ്പേസിൽ ഒരു ആധിപത്യം ഉണ്ടാക്കാനും ഈ പ്രൈവറ്റ് പ്ലേയേഴ്സിനും കൂടെ ചേരുമ്പോൾ നമുക്ക് സാധിക്കും. ഈ ഒന്നിച്ച് നിൽക്കുമ്പോൾ ഉള്ളൊരു പവർ അതാണല്ലോ. ഇപ്പൊ അമേരിക്കയുടെ കരുത്ത് എന്താണ്? നാസയ്ക്ക് പുറമെ സ്പേസ് എക്സ് അടക്കം നിരവധി സ്വകാര്യ ബഹിരാകാശ സ്ഥാപനങ്ങൾ കൂടി അവിടെ ശക്തമായി വളരുകയാണ്. അതുപോലെ ഇസ്രോയ്ക്ക് ഒരുപാട് ഉത്തരവാദിത്തങ്ങൾ ഓൾറെഡി ഉണ്ട്. അപ്പോൾ പ്രൈവറ്റ് പ്ലേയേഴ്സും കൂടി ഇതിലേക്ക് വരുമ്പോൾ ഇതൊരു ഹ്യൂജ് എക്കണോമി ആയിട്ട് നമുക്കിതിനെ മാറ്റാൻ കഴിയും. ഭാവി എന്ന് പറയുന്നത് ബഹിരാകാശമാണെന്ന് നമ്മൾ മനസ്സിലാക്കണം.
ഭൂമിയിൽ മാത്രം ഒതുങ്ങാൻ പോകുന്നില്ല മനുഷ്യൻ. അപ്പൊ അവിടെ ഇന്ത്യ ഒരിക്കലും പുറകിലായി പോകരുത്. അതുകൊണ്ട് തന്നെ ഇന്ന് നമുക്ക് ഈ ചലഞ്ച് ഏറ്റെടുത്തേ പറ്റൂ. സ്വകാര്യ പങ്കാളികളെ ഇസ്രോ തന്നെയാണ് അവരെ ഗൈഡ് ചെയ്തിട്ട് ഈ ഒരു രംഗത്ത് കൈപിടിച്ചു കൊണ്ടുവരുന്നത്. ഇപ്പൊ രണ്ടാമതൊരു കാര്യം, വീഡിയോയുടെ തുടക്കത്തിൽ ഞാൻ പറഞ്ഞു 2 കാര്യങ്ങളുണ്ട്. രണ്ടാമത്തെ കാര്യം, കഴിഞ്ഞ 2-3 ദിവസങ്ങളായിട്ട് നമ്മുടെ രാജ്യത്ത് ചർച്ച ചെയ്യുന്ന ഒരു കാര്യമാണ്. ഇസ്രോയിൽ നിന്ന് നിരവധി സയന്റിസ്റ്റുകൾ രാജിവെച്ച് പ്രൈവറ്റ് കമ്പനികളിലേക്ക് പോകുന്നുവെന്ന്. ഇസ്രോയിൽ നിന്ന് പരിചയസമ്പന്നരായ ശാസ്ത്രജ്ഞരും എഞ്ചിനീയർമാരും രാജിവെച്ച് വലിയ ശമ്പളത്തിൽ ഉയർന്ന പദവികളിലുമൊക്കെ സ്വകാര്യ ബഹിരാകാശ കമ്പനികളിലേക്ക് പോകുന്നത് ISROയ്ക്ക് തിരിച്ചടിയാണോ? കഴിഞ്ഞ ഏതാനും മാസങ്ങൾക്കിടയിൽ 100ഓളം ശാസ്ത്രജ്ഞർ ഇസ്രോയിൽ നിന്ന് രാജിവെക്കുകയോ സ്വമേധയാ വിരമിക്കുകയോ ചെയ്തു എന്നൊക്കെ വാർത്താ മാധ്യമങ്ങളിൽ വന്നതായിട്ട് കണ്ടിരുന്നു. അപ്പോൾ സ്വകാര്യ കമ്പനികളുടെ വളർച്ച തീർച്ചയായിട്ടും ഇത്തരത്തിൽ പലരെയും ആകർഷിക്കുമെന്നത് ഒരു വസ്തുതയാണ്. 2020 ഇന്ത്യ ബഹിരാകാശ മേഖല സ്വകാര്യ പങ്കാളിത്തത്തിനായി തുറന്നു കൊടുത്തതോടെ സ്കൈ റൂട്ട്, അഗ്നികുൽ, പിക്സൽ തുടങ്ങിയ നിരവധി വലിയ സ്റ്റാർട്ടപ്പുകൾ വളർന്നു വന്നിട്ടുണ്ട്. ഇവർക്ക് വലിയ തോതിൽ നിക്ഷേപങ്ങളും ലഭിക്കുന്നുണ്ട്. സർക്കാർ ശമ്പള വ്യവസ്ഥയിൽ ജോലി ചെയ്യുന്ന ഇസ്രോ ശാസ്ത്രജ്ഞർക്ക് ലഭിക്കുന്നതിനേക്കാൾ പല മടങ്ങ് ഉയർന്ന ശമ്പളവും കമ്പനികളുടെ ഓഹരികളുമൊക്കെ സ്വകാര്യ മേഖല വാഗ്ദാനം ചെയ്യുന്നുണ്ട്. ഇവരെ കാത്തിരിക്കുന്നത് ഉയർന്ന പദവികളുമാണ്. ഗഗൻയാൻ പോലെയുള്ള വലിയ പ്രോജക്റ്റുകളുടെ സമയപരിധി നീണ്ടുപോകുന്നത് മൂലമുണ്ടാകുന്ന സമ്മർദ്ദമൊക്കെ ചിലരെ ഇങ്ങനെ മാറി ചിന്തിക്കുന്നതിന് പ്രേരിപ്പിക്കുന്നുവെന്നും പറയുന്നുണ്ട്. എന്തായാലും ഇതൊരു സ്വാഭാവിക കാര്യമാണ്. എപ്പോഴും ബെറ്റർ ഓഫർ നമ്മുടെ രാജ്യത്ത് തന്നെ കിട്ടുമെന്നുണ്ടെങ്കിൽ എല്ലാവരും പോകും. ഇപ്പോൾ പ്രൈവറ്റ് പ്ലേയേഴ്സ് കൂടി വരുമ്പോൾ ഓക്കെ, അവിടെ നല്ല ഓഫർ, നല്ല പൊസിഷൻ. അവർ അവിടെയാണെങ്കിലും പോകുന്നത് നമ്മുടെ രാജ്യത്തിന് വേണ്ടിയിട്ട് ജോലി എടുക്കാൻ തന്നെയാണ് അവരുടെ വ്യൂ പോയിന്റിൽ. ഇപ്പൊ ഇസ്രോയിൽ വർക്ക് ചെയ്യുമ്പോൾ ഇന്ത്യക്ക് ഉണ്ടാവുന്ന അതേ നേട്ടം തന്നെയാണ് ഇന്ത്യയിലെ ഒരു സ്വകാര്യ കമ്പനിയിൽ വർക്ക് ചെയ്യുമ്പോഴും സംഭവിക്കുന്നത്. ഇപ്പൊ നമ്മൾ വിക്രം 1 എന്തുകൊണ്ടാണ് ആഘോഷിക്കുന്നത്? പ്രധാനമന്ത്രി ഉൾപ്പെടെ രാജ്യത്തെ ജനങ്ങൾ. കാരണം നമ്മുടെ ഇന്ത്യയിലെ ഒരു കമ്പനിയാണ് അത് വികസിപ്പിച്ചെടുത്തത്. നമ്മുടെ അഭിമാനമാണ്. ഇസ്രോയെ പോലെ തന്നെ നമ്മുടെ അഭിമാനമാണ്. പക്ഷേ ഇവിടെ ഇസ്രോയ്ക്ക് പ്രധാനപ്പെട്ട കുറെ ദൗത്യങ്ങളുണ്ട്. ചന്ദ്രയാൻ 3, ഗഗൻയാൻ. സോ ഇങ്ങനെയുള്ള ദൗത്യങ്ങൾ നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നതിനിടയിൽ പ്രധാന റോളുകളിലുള്ള ആൾക്കാർ പോവുകയാണെങ്കിൽ നമുക്കത് പ്രശ്നം ഉണ്ടാവും. കാരണം അടുത്ത തലമുറയെ ഡെവലപ്പ് ചെയ്ത് കൊണ്ടുവരാൻ ഒരു സമയമെടുക്കും. അപ്പോൾ അതുകൊണ്ട് ഗവൺമെന്റ് ബുദ്ധിപരമായിട്ട് ഇങ്ങനെ ഇത്തരം സ്വകാര്യ കമ്പനികളിലേക്ക് ആകർഷിക്കപ്പെട്ടു പോകുന്നവരെ തൽക്കാലം തടയുക എന്ന ഉദ്ദേശത്തോടെ തന്നെ ഒരു നീക്കം നടത്തുന്നുണ്ട്. അതായത് എക്സിറ്റ് ആവുന്നതിന് വേണ്ടിയിട്ടുള്ള കർശന നിയമങ്ങൾ. ഗഗൻയാൻ, ചന്ദ്രയാൻ തുടങ്ങിയ രാജ്യത്തിന്റെ തന്ത്രപ്രധാനമായ ദൗത്യങ്ങളിൽ പ്രവർത്തിക്കുന്ന പ്രധാന ശാസ്ത്രജ്ഞർക്ക് പെട്ടെന്ന് രാജിവെച്ചു പോകാൻ കഴിയില്ല. ഇവരുടെ രാജിക്കത്തുകളും VRS അപേക്ഷകളും സാധാരണ നടപടിക്രമങ്ങളിലൂടെ അല്ലാതെ പ്രത്യേക മന്ത്രാലയ അനുമതിയോടെ മാത്രമേ ഇനി സ്വീകരിക്കുകയുള്ളൂ. സോ നരേന്ദ്രമോദി ഗവൺമെന്റിന് അറിയാം എവിടെ എന്ത് ചെയ്യണമെന്ന്. പ്രൈവറ്റ് മേഖല തുറന്നു കൊടുത്തത് മോദി സർക്കാരാണ്. എന്തിനു വേണ്ടി? നമ്മൾ കോമ്പറ്റേറ്റ് ചെയ്യേണ്ടതായിട്ടുണ്ട്. ഇപ്പോൾ ഭാവിയിൽ അമേരിക്കയുടെയും ചൈനയുടെയും ഒക്കെ സ്വകാര്യ കമ്പനികളോട്. അമേരിക്കയും ചൈനയും സ്വകാര്യ മേഖലയിൽ വലിയ നിക്ഷേപത്തിലൂടെ മുന്നോട്ട് പോയപ്പോഴാണ് ഇന്ത്യക്കും ആ മാർഗം തിരഞ്ഞെടുക്കേണ്ടി വന്നത്. കാരണം ഓരോ രാജ്യത്തുമുള്ള ഒരു ബഹിരാകാശ ഏജൻസിക്ക് മാത്രമായിട്ട് ചെയ്യുന്ന കാര്യങ്ങളിൽ പരിമിതിയുണ്ട്. അപ്പോൾ നമുക്ക് നാളെ ഇലോൺ മസ്കിന്റെ സ്പേസ് എക്സുമായിട്ട് കോമ്പറ്റേറ്റ് ചെയ്യാൻ നമുക്കിവിടെ ഒരു പ്രൈവറ്റ് കമ്പനി വേണം, അല്ലെങ്കിൽ ഒന്നിലേറെ കമ്പനികൾ വേണം. സോ അതുകൊണ്ടാണ് ഇന്ത്യ സ്വകാര്യവൽക്കരിച്ചത്. അപ്പം ഗവൺമെന്റ് എന്നിട്ട് കൃത്യമായി നിരീക്ഷിക്കുന്നുണ്ടാവും. അപ്പോൾ ഇങ്ങനെ സ്വകാര്യ കമ്പനികളിലേക്ക് ഉയർന്ന സാലറിയും മറ്റുമൊക്കെ കണ്ട് ആകർഷിക്കപ്പെട്ട് സയന്റിസ്റ്റുകൾ പോകാൻ സാധ്യതയുണ്ട് എന്ന് മനസ്സിലാക്കുന്ന ഗവൺമെന്റ് എന്ത് ചെയ്യാണ്? അവിടെ പൂട്ടിടുകയാണ്. അങ്ങനെ അങ്ങ് പോകാൻ വരട്ടെ, അവിടെ നില്ലേ, നമ്മളെ പണിയൊക്കെ തീർത്തിട്ട് നിങ്ങൾക്ക് പോവാം. അപ്പോൾ ഇവിടെ ഗവൺമെന്റ് ബുദ്ധിപരമായിട്ട് ഇടപെടുകയാണ്. അതായത് ഇവരുടെ രാജിക്കത്തും അല്ലെങ്കിൽ VRS ഒന്നും ഇനി പെട്ടെന്ന് ഇവർക്ക് കൊടുത്തിട്ട് അങ്ങ് പോകാൻ പറ്റില്ല എന്നതാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. അത് മോദി ഗവൺമെന്റിന്റെ ദീർഘവീക്ഷണമാണ്. ലോകത്തെമ്പാടും നാസ അടക്കം നേരിട്ടൊരു പ്രതിസന്ധിയാണ്. നാസയിലേ സംഭവിച്ചു. നാസയിലെ ഒരുപാട് സയന്റിസ്റ്റുകളൊക്കെ ഇന്ന് സ്പേസ് എക്സിലൊക്കെയാണ് ഉള്ളത്. അപ്പൊ നാസ നേരിട്ട, ചൈന നേരിട്ട അതേ പ്രശ്നം ഇന്ത്യയിലും വന്നു. അപ്പൊ ഇന്ത്യ എന്ത് ചെയ്തു? കുറച്ചും കൂടി കർക്കശമായിട്ട് നിയമങ്ങൾ കൊണ്ടുവന്നിട്ട് ആ ഒരു കൊഴിഞ്ഞുപോക്കിനെ തടയുകയാണ്. സ്വകാര്യ കമ്പനികൾക്ക് വേണമെന്നുണ്ടെങ്കിൽ നമ്മുടെ രാജ്യത്ത് 145 കോടി ജനങ്ങളുണ്ട്. ഇതിനകത്ത് നല്ല ബുദ്ധിയും തലയുള്ള മനുഷ്യന്മാർ ഒരുപാടുണ്ട്, യങ് ആയിട്ടുള്ള പിള്ളേരുണ്ട്. സോ അവരെ കണ്ടുപിടിച്ച് ഡെവലപ്പ് ചെയ്ത് നിങ്ങൾക്ക് നിങ്ങളുടെ സ്ഥാപനം മുന്നോട്ടുണ്ടാകും. ഇസ്രോയുടെ ഉത്തരവാദിത്തപ്പെട്ട പോസ്റ്റുകളിൽ ഇരിക്കുന്ന ആളുകളെ പെട്ടെന്ന് റാഞ്ചി കൊണ്ടുപോയിട്ട് നിങ്ങൾ അങ്ങനെ വളരണ്ട. നമുക്ക് വേണ്ടതും അതല്ല. നമുക്ക് ഇസ്രോയിലെ സയന്റിസ്റ്റുകൾ ഒരു പ്രൈവറ്റ് കമ്പനിയിൽ പോയി വർക്ക് ചെയ്യുക എന്നുള്ളതല്ല നമുക്ക് വേണ്ടത്. നമുക്ക് വേണ്ടത് ഇസ്രോയിലേക്ക് എത്താൻ കഴിയാത്ത ഇന്റലിജന്റ് ആയിട്ടുള്ള ഒരുപാട് തല നിറച്ച് ബുദ്ധിയുള്ള പിള്ളേർ ഈ നാട്ടിലുണ്ട്. അവരെ സ്വകാര്യ കമ്പനികൾ മെനക്കെട്ട് കണ്ടുപിടിക്കണം. അല്ലാതെ ഇസ്രോ കഷ്ടപ്പെട്ട് കണ്ടുപിടിച്ച് ഡെവലപ്പ് ചെയ്തെടുത്ത തലച്ചോറുകളെ അങ്ങനെ ഈസി ആയിട്ട് സ്വകാര്യ കമ്പനികൾ കൊണ്ടുപോയല്ല വളരേണ്ടത്. സോ അതുകൊണ്ട് മോദി സർക്കാർ അവിടെ ഒരു പൂട്ടിട്ടു. അങ്ങനെ എളുപ്പത്തിന് കാര്യം നേടണ്ട, കണ്ടുപിടി. നമ്മുടെ രാജ്യത്ത് ഒരുപാട് ബുദ്ധിയുള്ള പിള്ളേരുണ്ട്.
അവരെ കണ്ടുപിടിച്ച് ഡെവലപ്പ് ചെയ്ത് അവർക്ക് അവസരങ്ങൾ കൊടുത്ത് ഡെവലപ്പായി വരിക. സോ ഇത് മോദി സർക്കാരിന്റെ ഒരു കൃത്യമായ നീക്കമാണ്. ഇത് ആവശ്യമായിരുന്നു. ഒരു വശത്ത് സ്വകാര്യ കമ്പനികൾ വളർന്നു വരുന്നതിൽ നമ്മുടെ രാജ്യത്തിന് ഗുണമാണ്. ആ ഒരു എക്കണോമിയുടെ ഫോം ചെയ്യും. നമുക്ക് സ്പേസ് രംഗത്ത് കൂടുതൽ ശക്തി നേടാൻ കഴിയും, അഭിമാനവുമാണ്. അതേസമയം തന്നെ ഇസ്രോയിലെ സയന്റിസ്റ്റുകളെ നമുക്ക് ആവശ്യമാണ്. അത് ഇസ്രോയിൽ തന്നെ അവർ നിൽക്കട്ടെ, അവരവിടെ ജോലി ചെയ്യട്ടെ, അവരുടെ ഉത്തരവാദിത്തങ്ങൾ പൂർത്തിയാക്കി ഇറങ്ങാനുള്ള സമയത്ത് ഇറങ്ങട്ടെ, ഗവൺമെന്റ് അനുമതികളോടെ എവിടെ വേണമെങ്കിലും അവർ പോയി ജോലി ചെയ്യട്ടെ. പക്ഷേ പ്രൈവറ്റ് കമ്പനികൾ ഇസ്രോയിലുള്ള ബുദ്ധിയുള്ള ആളുകളെ കണ്ടും കൊണ്ട് പനി പിടിക്കേണ്ട. നിങ്ങൾ രാജ്യത്തിനകത്തുള്ള മറ്റുള്ള മനുഷ്യരെ കണ്ടുപിടിക്കുക, നിങ്ങൾക്ക് ആവശ്യമുള്ളവരെ കണ്ടുപിടിക്കുക, നിങ്ങൾ ഹയർ ചെയ്യ്, അവരെ ഉപയോഗിച്ച് നിങ്ങൾ വളരുക. എന്തായാലും മോദി ഗവൺമെന്റിന് ഒരേ സമയം തന്നെ പ്രൈവറ്റ് പ്ലേയേഴ്സിനെ നമുക്ക് ആവശ്യവുമാണ്, അതേസമയം ഇസ്രോയുടെ നിലനിൽപ്പിനെ ബാധിക്കാതിരിക്കുകയും വേണം. അതാണ് വേണ്ടത്. ഒരു ഗവൺമെന്റിന് വേണ്ടത് അങ്ങനെ ഒരു ദീർഘവീക്ഷണമാണ്. അത് മോദി സർക്കാരിനുണ്ട്. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം.